മുൻവശത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, റോഡാണ്, പുറത്ത് ആള് കൂടും. നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. എന്തേ മക്കളെ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടോ? ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾ ഓട്ടോയിൽ വന്ന് 4 പേരാ. ഞങ്ങൾ 4 ആള്. ആ ആർബി വാ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 4 പേരെയും കൂട്ടിക്കും. വാന്നേ, എല്ലാം ശരിയാകും. വാന്നേ. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇത് ഞങ്ങളുടെ അണ്ണൻ, ഞങ്ങളുടെ അച്ഛന്റെ കൂട്ടുകാരനാണെന്ന്. ആരാണെങ്കിൽ ലൗഡ് സ്പീക്കർ ഉണ്ടാക്കിയാൽ മതി. മര്യാദയ്ക്ക് എന്നോട് ഫോൺ എടുക്കാൻ പറ, അല്ലെ പിള്ളേര് കൈവെക്കും. ഇവനോട് ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. ഇവിടെ മര്യാദക്കാണ് സംസാരിക്കണത്. എടുക്കണോ വേണ്ടയോ? ഹലോ രാമേട്ടാ, പറ. നീ എവിടാടാ മക്കളെ? അതെ, നീ ഒരു പെങ്കൊച്ചുമായിട്ട് മുങ്ങിയെന്നൊക്കെ കേട്ടല്ലോ. എവിടാ? ഇവന്മാർക്കെല്ലാം അറിയാം, അവൻ പകുതി പാസിൽ കളിക്കണുണ്ട്. പിന്നെ വെറുതെ അണ്ണനെ ടെൻഷൻ എടുപ്പിക്കല്ലേ ഏട്ടാ മക്കളെ. എന്താ മിണ്ടാത്തെ? നിങ്ങൾ 2 പേരും എവിടാ? 2 പേരുടെ പ്രേമിച്ചോണ്ടിരിക്കായിരിക്കും അല്ലേ? അതോടാ പറയടാ എന്നോട്. പറയടാ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. എവിടാ? രാമേട്ടാ, ഞാനിവിടെ ചേർത്തലേ തന്നെ ഉണ്ട്, BRSന്റെ കാര്യാലയത്തില്. ഈ പെണ്ണ് എവിടെ? നിന്റെ പൊന്ന് രാമേട്ടാ, എനിക്കറിയത്തില്ല സത്യം. അതൊന്നും കാര്യാലയത്തിൽ എടാ, ഞാൻ അറിഞ്ഞത് വെച്ചാ പെങ്കൊച്ചത്ര വെടിപ്പല്ല കേട്ടോ. നോക്കാന്ന് അറിഞ്ഞേ. എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം വീട്ടിൽ നിന്നും പൊട്ടിമുളച്ചൊരു കൊച്ചു കലഹം. അയ്യോ അയ്യോ അമ്മമ്മോ. പിന്നോണ പണി പാളിയിട്ടുണ്ട്. ഇവിടെ അടി നടക്കൂ. എന്റെ കയ്യിൽ നിൽക്കില്ലേട്ടാ. എന്താ കാര്യമൊന്നും അറിയില്ല, ഉച്ച കഴിഞ്ഞ് ഹർത്താലായിരിക്കും. എന്തോ അടയുന്നു ചുമ്മാ. മംഗളേച്ചിയേ, പരിപാടിയൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇനിയിപ്പോ അത് ഉണങ്ങിയൊന്ന് ഉറക്കട്ടെ. അതെ, നമ്മുടെ വിശ്വംപ്രശാന്തി പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ. വീട്ടിലൊരു പെണ്ണ് വന്ന് കയറട്ടെ, എല്ലാം നന്നായിക്കോളും മംഗളേച്ചി. പിന്നെ വീട് നന്നാക്കാനാണല്ലോ പെണ്ണ് വന്ന് കയറണം. നീ പോയേ. ആള് കൂടിയിട്ടുണ്ടല്ലോ. ആ ഇവിടെ നിർത്ത്, വേഗം വാ. അല്ല, ഒന്ന് മാറി ആ കാര്യമുണ്ട്. നമസ്കാരം. ഇവിടെ ഒരു ഒപ്പിട്ടെ. അറിയാലോ, പരാതി കിട്ടാതെ നിങ്ങളുടെ പാർട്ടി ഇടപെടില്ലല്ലോ. ഓ, ഇവിടെ താഴെ. അതെ, അജി നമ്മുടെ സേനയിലുള്ള ആളാണോ? എടോ, താൻ സേനയിലെ അംഗമാണോന്ന്? നാവികസേന, കരസേന, അങ്ങനത്തെ. എടോ, താൻ BRSലെ അംഗമാണോന്ന്? അതിനെന്തിനാ തന്നെ അയ്യോന്ന് പറയുന്നത്? എന്താ അരവിന്ദ? അയ്യോ, അത് അങ്ങനെ പറഞ്ഞല്ല. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമുള്ള നേതാവേ. നേതാവാ? അതെ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഈ കാലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും ആ കുട്ടിയെ തടവിൽ പാർപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ. ചേട്ടൻ വിശ്വസിക്കേണ്ട ചേട്ടാ, ഇതൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അന്വേഷിക്കാനും പറഞ്ഞില്ല പോരെ. നീ എവിടെ ഇരുന്നേ? ചേട്ടാ, ഇവൻ തന്നെ അറിയാം ഞങ്ങളുടെ കൊച്ചു എവിടെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കിട്ടണം. പെങ്കൊച്ചേട്ടാ, ചേട്ടന്റെ മോളെ കാണാതെ വേണമെങ്കിൽ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കൂ. സംസാരിക്കും. എന്നിട്ട് വെറുതെ ന്യായം പറയുന്നു. താനാ സിറ്റി മോട്ടോഴ്സിലാണല്ലേ? ഇരിക്കണിയാ. അനിയനാ കുട്ടിയായിട്ട് അടുപ്പത്തിലായിരുന്നു. നിങ്ങൾ സംസാരിക്കണം, ഞാൻ നോക്കാം. അരവിന്ദ് നോക്കിക്കോളൂ അത്. ശരി ശരി. ആ ഹലോ, ഇവിടെ എത്ര വട്ടം ഞാൻ ചോദിച്ചില്ല, എന്നിട്ട് കള്ളം പറയുന്നടാ. നീ ഇങ്ങനെ ഒന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. ആർക്കാ അറിയോ ഇങ്ങനെയുള്ള കരച്ചിലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള. ഋഷി, എന്താടാ? ഒന്നുമില്ല. എടാ, എന്താടാ നിന്നെ തല്ലിയ? ഇല്ല, കുഴപ്പമില്ല. ആർബി, നിങ്ങൾ ചെറുക്കനെ തല്ലിയോ? അരവിന്ദായത് ചുമ്മാ കളിയല്ല, ഞങ്ങളുടെ പെങ്കുച്ചനെ കാണാതെ പോയെ. കളിക്കേണ്ട കളിയാണോ? എടാ, നിന്നെ തല്ലിയോന്ന്? ഒന്നടിച്ച്, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല സഖാവേ. തല്ലാൻ പാടില്ലായിരുന്നു. എന്തിന്റെ പേരിലായാലും
ഇതിന്റെ അകത്ത് വെച്ച് ആരും ചെറുക്കനെ ഒന്നും ചെയ്യാൻ പാടില്ല. തല്ലിയത് ഒട്ടും ശരിയായില്ല. അകത്തല്ലോ, പുറത്തല്ലേ. ഞാനിവിടെ പാർട്ടിക്കാരനായിട്ടല്ല വന്നേക്കുന്നത്. ഞങ്ങളുടെ പെങ്കച്ചനിവനുണ്ടല്ലോ, ഇവൻ ഉടായ്പ അരവിന്ദ, റാണിമോളുടെ ചിറ്റപ്പൻ്റെ മോളാ. അറിയാമോ അരവിന്ദന്? അറിയാമോ എന്താ? രാവിലെ പാല് മേടിച്ചോണ്ട് വന്നപ്പോഴാ കൊച്ചിനെ കാണാനില്ലെന്ന് പറയുന്നത്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള റാണിമോളെ. ഞങ്ങളുടെ കൊച്ചെവിടെയാന്ന് നിങ്ങൾക്ക് അറിയണം, അല്ലാതെ നിങ്ങൾ മറ്റേ പക്ഷം കൂടുതലേ ഉണ്ട്. ഒരു പക്ഷം ഇല്ല ആർബി. ഞാനൊന്ന് പറയട്ടെ അരവിന്ദ, അങ്ങനെ ഇടയക്കാറാതെ. ഞാൻ ഇവനെക്കുറിച്ച് കംപ്ലീറ്റ് തിരക്കി. കൊച്ചിൻ്റെ വിഷയത്തിൽ ഇവൻ്റെ പേര് കണ്ടതേ ഞാൻ റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെ ഇവൻ്റെ അങ്ങ് പൊക്കി. അതറിയോ, ഞാൻ ലോക്കൽ കമ്മിറ്റിയിലെ ശ്രീകുമാറിനെ വിളിച്ചു, അവിടെ നിന്ന് ബ്രാഞ്ചിലെ ബിജുവിനെ വിളിച്ചു, പിന്നെ വാർഡ് മെമ്പർ ഇടിബിനുവിനെ വിളിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാ. ഇവന് നാട്ടിൽ വേറെ പ്രേമം ഉണ്ട് അരവിന്ദ. ഇല്ലടാ, നിനക്ക് വേറെ പ്രേമമില്ലേ? ഇല്ലടാ, പറടാ. ഇവൻ ഫ്രോഡാ ഇവൻ. ഇല്ലടാ, ഇവന് നാട്ടിൽ വേറെ പ്രേമമുണ്ട്. പറടാ, ഇല്ലേ? ആ, നാട്ടിലാ. അതാര്? ആരാടാ പറയടാ? കോച്ചേട്ടന് ഇവൻ ഫ്രോഡാ. ഇവൻ നിൽക്കുന്ന കണ്ടില്ലേ? അല്ല, അത് പക്ഷെ സീരിയസ് ആയിട്ടൊന്നും അല്ല. സീരിയസ് അതിന് നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്താ കാര്യം? ഇത് ഇമോഷൻ ആകാതെ തന്നെ വളരിക്കപ്പെട്ട ഒരു പെൺകൊച്ചിനൊക്കെ കടത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പെരുമാറില്ല ആർബി. ഞാൻ നല്ല രീതിക്ക് പറയൂ. ഞാൻ ചീത്ത രീതിക്ക് പറയുവാ. അതെ, നിങ്ങളതിൽ ഉള്ളതല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. സഖാവ ചുമ്മാ രാഷ്ട്രീയം കലർത്തല്ലേ. ഇതൊരു ചെറുപ്പക്കാരന്റെ ഭാവിയുടെ പ്രശ്നം. എന്ത് ഭാവി? പെണ്ണിന് ഭാവിയില്ലേ? സത്യം പറയടാ. എടാ കൊച്ചനെ, ഞങ്ങളുടെ കൊച്ചാരുടെ രസത്തിലാ. കെട്ടാനാണ് എനിക്ക് കിട്ടിച്ചേരാ. പെണ്ണവിടെ? എങ്ങനെയൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയാ കല്യാണ സാരി നിന്റെ ഷട്ടമുണ്ടൊക്കെ ഓട്ടോയിൽ വന്നേ? അറിയില്ല. ഇവനെ കെട്ടാനാണ് ഞാൻ ചുറ്റുപ്പനോട് സംസാരിക്കാം, അല്ലാതെ ഇവന്റെ അളവുകളി ഒന്നും ഇവിടെ നടക്കത്തില്ല. അല്ലേട്ടാ, അത് വേറെ കല്യാണം. സത്യം പറയടാ, ഞങ്ങളുടെ കൊച്ചവിടെ? പറടാ, പറഞ്ഞേ, ഞങ്ങളുടെ കൊച്ചവിടെ? എന്തിനാ എന്റെ പിള്ളേരെ? അവിടെ എന്താണ്? അവിടെ അവർ സംസാരിക്കാം. ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മൾ ആൾക്കാരാണ്. ആർക്ക് കുഴപ്പമില്ലെന്ന് നമ്പർക്കാ. എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ പിള്ളേരെ തറഞ്ഞു വെച്ചിട്ടും എന്തിനാ അവനെന്തിനാ എന്റെ ചെറുക്കലെന്ത് ചെയ്യുന്നു? മോത്തൊക്കെ പിടിച്ച് അടിച്ചെന്ന് വരും. ചേട്ടാ ഇരിക്കും ചേട്ടാ, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. എന്റെ കൊച്ചിന് തലയായിട്ട് ഇരിക്കാനാ? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയില്ലെങ്കിലേ ഉണ്ടെങ്കിലേ നീ എന്നാ പറയും? എന്നാ വിചാരണോ നീ എന്റെ പിള്ളേരെ തറഞ്ഞു വെച്ചിട്ട് ചെയ്യണേ? സാർ ഇരിക്കും സാർ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഒരു ഇരിപ്പിനുമില്ല, ഒന്ന് സംസാരിക്കാനുമില്ല. അങ്ങനെ പറഞ്ഞ ഹലോ, പെണ്ണുപിടുത്തക്കാരായ മക്കളുണ്ടായാലേ തല്ലും കൊള്ളും, ചിലപ്പോ തടഞ്ഞു വെക്കും. ചേട്ടാ അവരുടെ കാര്യം മനസ്സിലാക്കരുത് കേട്ടോ. സംസാരിക്കട്ടെ, അവര് സംസാരിക്കട്ടെ. പറ, അവര് പറഞ്ഞേക്ക്. എന്നാ പറ, കാര്യം എന്താ വെച്ചാ പറ. പറയടാ. സാറിന്റെ മകൻ വിജീഷും ഇദ്ദേഹത്തിന്റെ മകൾ റാണി തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും ഇന്ന് രാവിലെ മുതൽ റാണിയെ കാണാനില്ലെന്നും അതിന് ഉത്തരവാദി ഈ വിജീഷ് ആണെന്നും പറഞ്ഞ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സംസാരമാണ് ഇവിടെ നടക്കുന്നത്. മതി, ഇനി സംസാരമൊക്കെ അങ്ങ് നിർത്ത. ആരുടെ മോളാന്നാ പറഞ്ഞേ? ഇവരുടെ. നിന്റെ മോളാണ്ടാ? അത് എന്റെ മോളെ നിന്റെ മോൻ തട്ടിക്കൊണ്ടുപോയത്. നിന്റെ മോളെ എല്ലാവർക്കും പ്രേമിച്ചെന്നിരിക്കും. എന്ന് വെച്ചാൽ തടഞ്ഞു നോക്കണം. നീ ഫോൺ കിട്ടിയാ ജി ഈ നേരത്തെ അവിടെ ആരാണെങ്കിൽ സ്പീക്കർ തന്തക്കാരെ അണ്ണാന്ന് വിളിക്കുന്നത് പാപ്പില. മക്കളെ ചേച്ചല്ലേ, എടുക്ക്, എന്തായാലും ഫോൺ എടുക്ക്. ഒന്ന് എടുക്കുന്നേ. ഹലോ ഹലോ, എവിടെയാടാ ഇത്? ഒന്ന് വിളിച്ച ഫോൺ എടുത്തൂടെ? അണ്ണനെ വിളിച്ചാലും എടുക്കേല, മക്കളെ വിളിച്ചാലും എടുക്കേല. എന്താ അമ്മേ? എടാ അവനെന്തേ? അവനോട് ഉണ്ട്. നിങ്ങള് വീട്ടിലോട്ട് വന്നേ. എന്തേ? എടാ ഒരു പെണ്ണിവിടെ ഒന്നും നിക്കണ്ട. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ അതൊന്നും മിണ്ടണമില്ല. അണ്ണനെ അറിയുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയേ. ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാണ്. അവളാണോ ഇവള്, ഇവളാണോ അവള്, എരിവെല്ലാം പുളിയാകും പോലാണി പുകില്. ആലുങ്കൽ കവലയില് ആശാന്റെ ചെവിയിൽ ആരാണ്ടോ പറഞ്ഞത് നേരാണോ നേരെ.
അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ അയലത്ത് തല്ല് കാട്ടൂരും കലവൂരും തപ്പിക്കുഴയുന്നേ നെട്ടോട്ടമോടി വട്ടായിപ്പോയേ 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 അവളാണോ ഇവള് ഇവളാണോ അവള് എരിവെല്ലാം പുളിയാകും പോലാടി കുകില് ആലുങ്കൽ കവലേല് ആശാന്റെ ചെവിയിൽ ആരാണ്ടോ പറഞ്ഞത് നേരാണോ നേര് അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ അയലത്ത് തല്ല് കാട്ടൂരും കലവൂരും തപ്പിക്കുഴയുന്നേ നെട്ടോട്ടമോടി വട്ടായിപ്പോയേ 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 എന്തിനു വന്നു കയറി പറഞ്ഞ പെണ്ണേ പെണ്ണതേ ഇരിക്കണം. നിന്റെയൊക്കെ പെണ്ണേ കൊണ്ടുപോക്കോ. ഇതേത് പെണ്ണ്? എന്റെ കൊച്ചെന്തേന്ന്? ഇതല്ലേ നീക്ക് കഴിക്കണോ? എല്ലാത്തിനും ബാധ്യത കേട്ടോ. അണ്ണാ ഇത് നമ്മള് ചാടിക്കാന്ന് പ്ലാൻ ചെയ്ത കുട്ടി കാവ്യ. ഞാൻ കെട്ടാൻ പോണത് നായര. എന്താ അണ്ണാ കാര്യം? ഏതാ ഈ പെങ്കൊച്ചി? രാജീവിജി കാര്യം പറയടാ. ഇവരെ കാരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങളെ കാര്യം എന്താന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ പെങ്കൊച്ചിനെ നിങ്ങളെ ഇളയിറക്കാൻ ഈ നിൽക്കുന്നവൻ കടത്തിക്കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ പെങ്കൊച്ചല്ല. ഞങ്ങളുടെ പെങ്കൊച്ച എവിടെയാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ പെങ്കൊച്ച അത് ശരി, കണ്ടിട്ട് മനസ്സിലായി പിന്നെ കേട്ടാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ബെസ്റ്റ് ഫാമിലി. ഇത് കാവ്യ എന്റെ കൂടെ ഇറങ്ങി വന്നാ. ഞാൻ കെട്ടാൻ പോണതാ. എന്ത് ഇവിടെ വരനാട്ടിയാ നായര നോക്കിക്കാ കാലി വേടി. അമ്മ അനുഗ്രഹിക്കണം. അങ്ങോട്ട് നോക്കണ്ട, അണ്ണ നേരത്തെ അനുഗ്രഹിച്ചതാ. ഇത് ഞാൻ പുടവ കൊടുക്കാൻ പോണ പെണ്ണ്. ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നാ. എന്താ നിന്റെ കൂടെ ഇറങ്ങി വന്നത് ഇവള്? ഇവന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ മോളെന്തേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് സന്ധ്യക്ക് മുമ്പ് എന്റെ മോളെന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ തന്തേനും തള്ളേനും രണ്ട് പിഴച്ച മക്കളെ ഞാൻ വായടച്ചോണം. വീട്ടിൽ കയറി സ്വീകരിച്ച ശീലം അതിപ്പോ ആണാണേലും പെണ്ണാണേലും. വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഗേറ്റ് തുറന്നിട്ടില്ലേ? അതിങ്ങോട്ട് കയറി വരാൻ വേണ്ടിയാ. ഇനി ഞാൻ ആ ഗേറ്റ് അങ്ങ് അടയ്ക്കും. എന്തിനാന്നറിയാവോ? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. ഇറങ്ങി പോണോ ഇവിടെ? എനിക്ക് ഗേറ്റ് പൂട്ടണം. പൂട്ടേണ്ടത് ഗേറ്റ് അല്ല, നിങ്ങളുടെ രണ്ട് മക്കളെയാണ്. ഇല്ലെങ്കിൽ നാട്ടുകാർ പൂട്ടും. നിർത്തതാവേ, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കല്ലേ. കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കേസ് പെണ്ണ് കേസാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. മോളെ മോളെ ഇതുകൊണ്ട് പേടിക്കുന്നു വേണ്ട. മോളങ്ങ് മാറിയുന്നു. ആർബി ഞാനല്ലേ പറയുന്നത്. നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം നിങ്ങളൊന്ന് പോ. അന്വേഷിക്കാമെന്ന്. എടാ ബിജീഷേ, ഇന്ന് രാത്രിക്കും എന്റെ പെങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എല്ലാം ഞാൻ ചെയ്യും. അമ്മ സത്യം നോക്കോ. പറഞ്ഞ മനസ്സിലായി. രാവിലെ ഈ രാത്രി പെണ്ണും തമ്മിൽ എന്താണ് ബന്ധം? ചേച്ചിക്ക് കഥയൊക്കെ പറയാൻ പറ്റും. ചേച്ചിക്ക് രണ്ട് ആമ്പിളേരാണ്. കാണാതെ എന്റെ പെങ്ങളാണ് ചേച്ചി. നിന്റെ പെങ്ങള് എന്റെ മോന്റെ അടുത്തുണ്ടെങ്കിൽ ഇവൻ തന്നെ അവളെ നിന്റെ അടുത്തോടെ നാക്കും. അഥവാ ഇവൻ കാരണം നിന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഇവനെ ഞാൻ തന്നെ നിന്റെ മുന്നിൽ കിട്ടുതരാവടാ. അങ്ങോട്ട് നീ കൊണ്ടേ തല്ലിയ കൊല്ല എന്ത് വേണമെങ്കിലും ചെയ്യും. ആർബി സാഹവേ, ചേച്ചി പറഞ്ഞ കേട്ടില്ലേ? എല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും ഒന്ന് പോയി തരണം. ഒന്ന് സഹകരിക്കണം. നമുക്ക് അന്വേഷിക്കാന്നേ. എന്തായാലും അന്വേഷിക്കാം. അവന്റെ